നമ്മളെ വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ലേ അപ്പാജി മദ്രാസിലെ അജിത്തിനെ അനന്തകൃഷ്ണന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ചത്? എന്നിട്ട് ഇപ്പൊ എന്തായി? അവൻ ചാടിപ്പോയതിന് നമ്മളെന്ത് ചെയ്യാനാ? അപ്പാജി ആകെ ചൂടില്ല. അനന്തകൃഷ്ണനെ ഉപദ്രവിച്ചതിനും അവന്റെ കുടുംബത്തിനെ വേരോടെ പിഴുതെറിഞ്ഞതിനും അവൻ പകരം ചോദിക്കാതിരിക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട സമയമല്ല. ഒരിക്കലും അനന്തകൃഷ്ണൻ ഫ്ലോപ്പി ഡിസ്കിന്റെ കോഡ് ഡീകോഡ് ചെയ്യാൻ പോകുന്നില്ല. അത് ശരിയായിരിക്കാം. അപ്പാജി വലിയൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരിയായാൽ എത്രയും വേഗം നമുക്ക് ഇന്ത്യ വിടാം. അനന്തകൃഷ്ണൻ സാർ? അതെ, കള്ളക്കടത്തുകാർ തട്ടിക്കൊണ്ടുപോയി കൊന്നു കടലിൽ താഴ്ത്തിയെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന കസ്റ്റംസ് ഓഫീസർ അനന്തകൃഷ്ണൻ തന്നെ. സാർ എങ്ങനെ ഇവിടെ എത്തി? പറയാം. ഉന്നതങ്ങളിലുള്ള സ്വാധീനം ഉപയോഗിച്ച് സർക്കാരിന് കിട്ടാനുള്ള നികുതി വെട്ടിച്ച് വൻതോതിൽ സ്വർണവും വെള്ളിയും രത്നങ്ങളും കടത്തുന്ന ഒരു കള്ളക്കടത്തുകാരൻ മാത്രമായിരുന്നില്ല കാളിയപ്പ. ഈ നാട്ടിലെ യുവതലമുറയെ വഴിതെറ്റിക്കുന്ന, അവരുടെ ബുദ്ധിയും ശക്തിയും ചോർത്തി അവരെ നാടിനും വീടിനും കൊള്ളാത്ത വെറും പേക്കോലങ്ങളാക്കി മാറ്റുന്ന, മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ഒരു മാഫിയ തലവൻ കൂടിയായിരുന്നു കാളിയപ്പ എന്ന് മനസ്സിലാക്കി ഞാൻ അയാൾക്കെതിരെ തിരിഞ്ഞു. അതിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ അയാൾ എനിക്കൊരു വാണിംഗ് തന്നു. പക്ഷേ അത് വളരെ ക്രൂരമായിരുന്നു. അയാൾ എന്റെ സഹോദരി വിധവയാക്കി. ആ സംഭവം എന്നെ തളർത്തിയില്ല. എങ്ങനെയും കാളിയപ്പയെ കുരുക്കി അയാളുടെ മാഫിയ തകർക്കണമെന്ന വാശി എന്നിൽ വളർത്തുകയാണ് ചെയ്തത്. ഒരു ദിവസം ഷാർജയിൽ നിന്നും അയാൾ തിരുവനന്തപുരത്ത് എത്തുന്നതായി എനിക്ക് വിവരം ലഭിച്ചു. ഞാൻ കാത്തിരുന്ന വലിയൊരു അവസരം. തലയെ തന്നെ ആദ്യം വെട്ടിയാൽ പിന്നീടുള്ളത് എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞു. ഇതിലൊന്നുമില്ല സാർ. വെറുതെ മെനക്കെടേണ്ട വല്ല കാര്യമുണ്ടോ സാറേ? നിങ്ങൾ കരുതുന്ന പോലെ ഒന്നുമില്ലെന്ന് നേരത്തെ ഡിക്ലെയർ ചെയ്തതല്ലേ? செக் பண்ணிட்டுண்டா. அது அவன் டியூட்டி. டியூட்டி பண்றதுல என்ன தப்பு? அப்ப நான் வரட்டுங்களா சார்? 1 செகண்ட். ഇതിലെന്താ? இது சேலம் கோயம்புத்தூர்ல என் ஃபேக்டரியுடைய கணக்கு. செக் பண்ணிக்கங்க. ഇതെന്താ? കണ്ടാൽ അറിഞ്ഞൂടെ? ഫ്ലോപ്പി ഡിസ്ക്. அது என் கம்பெனி டிரான்சாக்ஷனுடைய டீடைல்ஸ். இங்க கம்ப்யூட்டர் இருந்தா போட்டு செக் பண்ணிட்டு கொடுங்க. கோட் வந்து காடஸ். GODDESS. காடஸ். ஐ வாண்ட் டு செக் இட். அப்புறம் கொடுப்பீங்கல்ல? ஐயா வேலைக்கு புதுசு போல. കാളിയപ്പ അത്ര നിസ്സാര മട്ടിൽ ഫ്ലോപ്പി ഡിസ്ക് ചെക്ക് ചെയ്തിട്ട് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോ എനിക്കെന്തോ ഒരു സംശയം. ഈ 6th സെൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു തോന്നൽ. അതിലത്ര നിസ്സാര കാര്യങ്ങളാവില്ലെന്ന്. ഞാൻ ആ ഫ്ലോപ്പി ഡിസ്കുമായി ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററെ സമീപിച്ചു. കോഡ് എന്താണ് സാർ? ഗോഡസ്. ഗോഡസ്. GODDESS. ഈ കമ്പനികളുടെ വിവരങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും, ഐ മീൻ സം പേഴ്സണൽ സീക്രട്സ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? സാറ് പറഞ്ഞ ഗോഡസ് എന്നുള്ള കോഡ് വെച്ചുള്ള വിവരങ്ങളാണ് ഇപ്പൊ കാണുന്നത്. മറ്റുള്ള വിവരങ്ങളൊക്കെ ഒരുപക്ഷെ വേറെ ഏതെങ്കിലും കോഡിലായിരിക്കും എൻട്രി ചെയ്തിട്ടുണ്ടാവുക. ആ കോഡ് അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റൂ. ആ കോഡ് എന്താണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും മാർഗം? ഒരു മാർഗവുമില്ല. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട വാക്കുകളോ അക്ഷരങ്ങളോ പേരുകളോ നമ്പറുകളോ എന്ത് വേണമെങ്കിലും കോഡായിട്ട് ഉപയോഗിക്കാം. ആ കോഡ് ഉപയോഗിച്ചാൽ മാത്രമേ ഫ്ലോപ്പി ഡിസ്കിൽ ഫീഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിയൂ.
ഓക്കെ then, ബൈ. ആ ഫ്ലോപ്പി ഡിസ്ക് കയ്യിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലെന്ന് എനിക്ക് തോന്നിയതാ. അപ്പോഴാണ് ഞാൻ കാളിയപ്പയുടെ സഹായി ബ്രിട്ടോയെ കണ്ടത്. എന്നെ വാച്ച് ചെയ്യാനാണ് ബ്രിട്ടോ എത്തിയെന്ന് മനസ്സിലാക്കിയപ്പോ ആ ഫ്ലോപ്പി ഡിസ്കിൽ മറ്റെന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് ഞാൻ തീർച്ചയാക്കി. എനിക്ക് മറ്റൊരു ബുദ്ധി തോന്നി. എക്സ്ക്യൂസ് മീ സാർ, ഈ ഫ്ലോപ്പി ഡിസ്കിലുള്ള വിവരങ്ങൾ മറ്റൊരു ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ പറ്റുമോ? ഗോഡസ് എന്നുള്ള കോഡ് ഉപയോഗിച്ച് എൻ്റർ ചെയ്തിട്ടുള്ള വിവരങ്ങൾ മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റൂ. അത് മതി. ഓക്കെ. കാളിയപ്പയുടെ ഫ്ലോപ്പി ഡിസ്കും ട്രാൻസ്ഫർ ചെയ്തെടുത്ത ഫ്ലോപ്പി ഡിസ്കുമായി തിരികെ ഓഫീസിലേക്ക് മടങ്ങുമ്പോഴും ബ്രിട്ടോ വാനിൽ എന്നെ പിന്തുടരുന്നുണ്ടായിരുന്നു. ഓഫീസിലെത്തിയ ശേഷം ബ്രിട്ടോ എന്നെ കാണാൻ വന്നിരുന്നു. ഞാൻ അയാൾക്ക് ട്രാൻസ്ഫർ ചെയ്തെടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ഫ്ലോപ്പി ഡിസ്ക് കൈമാറി. ബുദ്ധിപൂർവം ഒറിജിനൽ ഡിസ്ക് ഞാൻ ഒളിപ്പിച്ചു. സത്യം മനസ്സിലാക്കി അവൻ തിരിച്ചു വരുന്നതിന് മുൻപ് ഒറിജിനൽ ഡിസ്കിലെ വിവരങ്ങൾ എങ്ങനെ ചോർത്താം എന്ന ചിന്തയിലായിരുന്നു വീട്ടിലേക്ക് മടങ്ങുമ്പോഴും എന്റെ മനസ്സ്. வாங்க சார், வாங்க. நீங்க ரொம்ப புத்திசாலி. நான் கொடுத்த ஃப்ளாப்பி டிஸ்கை மாத்தி அதே மாதிரி இன்னொன்னு கொடுத்துருக்கீங்க. மரியாதையா ஒரிஜினலை திருப்பி கொடுத்துருங்க. முடியாது. எப்படி? கொடுக்க முடியாது. அடட, இவ்வளவு தமிழ் தெரியுமா? டேய், அவரை உள்ள கொண்டு போய் இந்த பூனை எலிய சாப்பிட்றத பார்த்துருப்பிய. அப்படி ஒரு தட்டு, இப்படி ஒரு தட்டு, கொஞ்சம் கொஞ்சமா. எப்படி? கொஞ்சம் கொஞ்சமா. அப்படி கேட்டாதான் ஒரு உண்மையை சொல்லாரு போல. கூட்டு போ, கூப்பிட்டு போ. ஏய், ഓഫീസ് മുഴുവൻ ഞാൻ അരിച്ചു വരച്ചു. ഈ അനന്തകൃഷ്ണന്റെ വീട്ടിലും വിശദമായി പരിശോധന നടത്തി. ഫ്ലോപ്പി ഡിസ്ക് എവിടെയാണെന്ന് മാത്രം ഒരു വിവരമില്ല. அப்படியா? அவனே சொல்லிடுவான்னு நினைக்கிறேன். சொல்ல வைக்கணும். പക്ഷേ അനന്തകൃഷ്ണനെ അധിക നാളിവിടെ നിർത്തുന്നത് അപകടമാണ്. ഇയാളെ കണ്ടുപിടിക്കാൻ വളരെ വിപുലമായ രീതിയിൽ അന്വേഷണം നടത്താനാണ് തീരുമാനം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാളെ ഇവിടുന്ന് മാറ്റുന്നതാണ് നല്ലത്. தேடட்டும், முடிஞ்சா கண்டுபிடிச்சுக்கிட்டோம். இந்த ஃப்ளாப்பி டிஸ்க் விவரம் தெரிஞ்சா மட்டும் சொல்லுங்க. மற்றபடி எதுவும் நீங்க சொல்ல வேணாம். நீ போலாம். ശരി സാർ, വരട്ടെ.
കാളിയപ്പയുടെ ക്രൂരമർദ്ദനങ്ങൾക്ക് മുൻപിലും ഞാൻ പിടിച്ചു നിന്നു. എന്നെ അതിരഹസ്യമായി കാളിയപ്പ മെഡ്രാസിലേക്ക് മാറ്റി. അവിടെ വെച്ച് എന്നെ മയക്കുമരുന്നിന് അടിമയാക്കി. മയക്കുമരുന്നിന്റെ ആലസ്യത്തിൽ തടവറയിൽ കിടക്കുമ്പോഴും രഹസ്യ വിവരങ്ങളുടെ കോഡിനെ പറ്റിയായിരുന്നു എന്റെ ചിന്ത. അപ്രതീക്ഷിതമായിട്ടാണ് എനിക്കൊരു തോന്നലുണ്ടായത്. ഗോഡസ്, മലയാളത്തിൽ ദേവി. ദേവി എന്നാൽ കാളി എന്നായിക്കൂടെ? കാളിയപ്പയുടെ പേരിന്റെ ആദ്യ ഭാഗം കാളി. അപ്പോ രഹസ്യ വിവരങ്ങളുടെ കോഡ് അപ്പ എന്ന വാക്കിന്റെ ഇംഗ്ലീഷ് വിവർത്തനമാകാൻ സാധ്യതയില്ലേ? തമിഴിൽ അപ്പ, മലയാളത്തിൽ അച്ഛൻ, ഇംഗ്ലീഷിൽ ഫാദർ. FATHER, ഫാദർ. കറക്റ്റ്. ആ കോഡ് ഉപയോഗിച്ച് ഫ്ലോപ്പി ഡിസ്കിലെ രഹസ്യവിവരം കണ്ടുപിടിക്കാം സാർ. തീർച്ചയായിക്കൊള്ളുന്നില്ല. എന്നാലും